ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി ക്രിയേഷൻസ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കണ്ടോ പൊട്ടൈറ്റോ കൊണ്ട് നല്ലൊരു പുതിയൊരു കറി വെക്കാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഞാൻ 2 ഉരുളക്കിഴങ്ങ് അതിനായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിൽ വെച്ച് അങ്ങനെ തന്നെ പുഴുങ്ങിയെടുക്കാം. അങ്ങനെ പുഴുങ്ങിയെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊളിക്കാനൊക്കെ എളുപ്പമാണ്. മറ്റേ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് താമസമല്ലേ. അപ്പോൾ എളുപ്പത്തിലൊരു കറിയാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയൊരു കറിയുമാണ്. ഉരുളക്കിഴങ്ങ് കറി കൂട്ടാത്ത കുട്ടികളെല്ലാവരും കൂട്ടും. നമുക്കിതിൽ കുറച്ച് ഉപ്പ്, വെള്ളം ഉള്ളതുകൊണ്ട് ഇച്ചിരി ഏറെ ഉപ്പിടണം. ഉപ്പിട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കി വെള്ളത്തിൽ ആ ഉപ്പ് ലയിപ്പിച്ചിട്ട് നമുക്ക് വെക്കാം, അടച്ച് വെക്കാം. ഞാനിപ്പോൾ ഗ്യാസൊക്കെ ഓണാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് അടയ്ക്കുന്നത്, ഒരു കയ്യിൽ ഫോണിരിക്കുകയാണ് ക്യാമറ. ഇനി നമുക്കത് ഗ്യാസിലേക്ക് വെക്കാം. ഗ്യാസ് അവിടെ കത്തിക്കിടക്കുന്നുണ്ട്. ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അതൊരു 2-3 സ്റ്റീമൊക്കെ വരുമ്പോഴത്തേനും അത് വെന്ത് കിട്ടും കേട്ടോ. ഇതിപ്പോൾ 2ാമത്താണ്. ഇനി സ്റ്റീം വരട്ടെ. അപ്പോൾ ഇതിന് കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളിക്ക് അരിഞ്ഞത്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മഴയായുണ്ടായിരിക്കും ഈ കളറ്, പിന്നെ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പില. ഇനി വേണ്ടുന്ന സാധനങ്ങൾ പിന്നെ നമുക്ക് ചേർക്കാം. അത് വെന്ത് ഇരിക്കുന്നുണ്ട്. ഞാനൊന്ന് പൊട്ടിച്ച് നോക്കി, അപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി തൊലി കളയാൻ എളുപ്പമാണ്. വെന്ത് കഴിഞ്ഞാൽ ഒത്തിരി താമസമില്ല. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾ ഈ ചാനലിൻ്റെ വരിക്കാരായി മാറിക്കഴിയും, തികച്ചും സൗജന്യമായിട്ട്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഉരുളക്കിഴങ്ങ് ഞാൻ തോല് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുത്തു. ഇനി ഒരു ചീനിച്ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നമുക്ക് ആ കറി വെക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി. ഇത് ഞാൻ ലുലു മാളിൽ നിന്ന് മേടിച്ച നല്ല കോക്കനട്ട് ഓയിലാണെന്ന് പറഞ്ഞ് മേടിച്ചാണ്. കളറ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, പക്ഷെ വലിയ കുഴപ്പമില്ല. നല്ല വിർജിൻ ഓയിൽ എന്നൊക്കെ പറഞ്ഞാണ് തന്നത്, കോക്കനട്ട് ഓയിലാണെന്ന് പറഞ്ഞു. ഇപ്പോൾ കടുക് 1-2 ഒക്കെ പൊട്ടി തെറിക്കാൻ തുടങ്ങി. പൊട്ടലും ചീറ്റലും അടി തുടങ്ങി. എല്ലാം പൊട്ടി അവസാന തുള്ളി കടുക് വരെ പൊട്ടി തീരുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അവരുടെ പൊട്ടലും ചീറ്റലും ഒക്കെ അടങ്ങട്ടെ, എന്നിട്ട് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം സവോളയാണ് ഇടേണ്ടത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം ഇടാം. തക്കാളി മാത്രം ഈ സവോളയെല്ലാം നല്ലോണം മൂത്ത് വഴന്ന് വന്നതിന് ശേഷം മാത്രമേ തക്കാളി ഇടാവുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ സവോള ഇട്ടതിന് ശേഷം ഞാൻ പച്ചമുളക് നുറുക്കി വെച്ചിരിക്കുന്ന ഇട്ടു, പിന്നെ വെളുത്തുള്ളി നുറുക്കി വെച്ചത് ഇട്ടു, ഇഞ്ചിയും ആ കൂടെ തന്നെ ഇട്ടു. ഇനി കറിവേപ്പില ഇടാം. ഇട്ട് നമുക്ക് പാകത്തിന് അല്പം നമ്മൾ ഉരുളക്കിഴങ്ങിന് ഓൾറെഡി ഉപ്പിട്ടാണ് പുഴുങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇത് വഴന്ന് വരാനുള്ള എണ്ണ ആവശ്യം പോലെ ഉണ്ട്. അതിലിട്ട് കിടന്ന് വഴന്ന് വരും. അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ അതേ വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, വഴന്ന് വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ അല്ലേ. ഇനിയാണ് ഇതിൽ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളിപ്പഴം നമുക്ക് ചേർത്ത് കൊടുക്കുന്ന സമയമായി വന്നിട്ടുണ്ട്. ഇതുപോലെ വഴന്നതിന് ശേഷം മാത്രമേ തക്കാളിപ്പഴം ഇടാൻ പാടുള്ളൂ. ആദ്യമേ തക്കാളിപ്പഴം ഇട്ടാൽ അതൊന്നും വഴന്ന് കിട്ടത്തില്ല. ഒരുപാട് ഇട്ട് നമ്മൾ ഇളക്കി മടുക്കത്തേ ഉള്ളൂ. തക്കാളിപ്പഴം ഇട്ട് ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർക്കാം. ഇളക്കി നല്ലോണം വഴറ്റിയെടുക്കണം. തക്കാളി വഴന്ന് കഴിയുമ്പോഴാണ് നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നത്. തക്കാളി നല്ലോണം വഴന്ന് വരുന്നുണ്ട്. നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് പൊടികളിടാം. ഞാൻ ആദ്യം ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. വീഡിയോയിൽ ഒരു നിറമില്ലല്ലേ, എല്ലാ മുളക് പൊടിയും ഒരേ കളറിൽ തോന്നും. ഇനി മുളക് പൊടി ഇടാം. എരിക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ടാൽ മതി.
ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി നമുക്കത് ഇളക്കാം. ഇളക്കി കുറച്ചൊന്ന് മൂത്ത് വരട്ടെ. മൂക്കുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കണം. ഇനിയുണ്ട് മീറ്റ് മസാലയുണ്ട്, ഗരം മസാലയുണ്ട്. ഗരം മസാല നമുക്ക് ഒടുവിലിട്ടാൽ മതി. മീറ്റ് മസാല കൂടി വേണം ഈ കൂടെ ഇട്ട് മൂപ്പിക്കാം. അല്പം മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. ഇത് ഈ കൂടെ മൂക്കട്ടെ, എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലുണ്ടെങ്കിൽ അത് ഒഴിക്കാം, അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ച് വേണം ഈ കറി വെക്കാൻ. വളരെ ടേസ്റ്റി ആയിരിക്കും. ഞാൻ വെള്ളം ഒഴിച്ചേ. ഞാനാണ് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ കറി തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കാറുള്ളത് എൻ്റെ വീഡിയോയിലെല്ലാം. എളുപ്പവഴി കറികളാണ് ഞാൻ കാണിക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ പിഴിയാൻ പോകുമ്പോഴത്തേനും കുറച്ച് താമസവും പാടുമൊക്കെ അല്ലേ. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ആവശ്യം പോലെ വെള്ളം ഒഴിക്കാൻ പറ്റും. ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുത്തുകൊണ്ട് നല്ല കൊഴുപ്പുണ്ടല്ലോ. അപ്പോൾ വേറൊന്നും ചേർത്തില്ലെങ്കിലും ഇതിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയും നല്ല കൊഴുപ്പും കാണും കറിക്ക്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടാം. ഉരുളക്കിഴങ്ങ് ഇടുവാണേ. ഇവിടെ കിളികളൊക്കെ വിളിക്കുന്ന ഒച്ചയാണ് വീഡിയോയിൽ കയറുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഇടുക. ഇനി എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഗരം മസാല ഒന്ന് തിളച്ചെല്ലാം പിടിച്ചു കഴിഞ്ഞു. ഇനി ഗരം മസാല ലാസ്റ്റ് ഇടാം. എന്നിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് വരട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. അടച്ചു വെച്ചു. നമുക്ക് എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ തുറക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞു നല്ലതായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇച്ചിരി ചാറൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഏതിൻ്റെ കൂട്ടത്തിൽ വേണേലും കഴിക്കാം. ഞാനൊരു കറിവേപ്പില തണ്ട് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാം. നല്ലൊരു കറിയാണ്. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങളപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് വെച്ച് നോക്കണം. കറിവേപ്പില ഇത് ഞാൻ സ്റ്റൗ ഓഫാക്കാതെ ഇട്ടതുകൊണ്ട് താന്ന് പോകുന്നുണ്ട്. നമുക്ക് ആ കറിവേപ്പില എടുത്തൊന്ന് പൊക്കി വെക്കണം, മുകളിൽ വെക്കണം. അപ്പോൾ നമുക്ക് ആ സ്റ്റൗ ഓഫാക്കണം. സ്റ്റൗ ഓഫാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാം ഈ കറിയൊന്ന് വെച്ച് നോക്കണം. സ്റ്റൗ ഞാൻ ഓഫാക്കി. ഇനി കറിവേപ്പില അവിടെ തന്നെ കിടക്കും അനങ്ങാതെ. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സഹായിക്കണം. ഈ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഹെൽപ്പ് വേണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.